ഇത്ര വലിയ റിങ്ങൊന്നും നമ്മുടെ വീടുകൾക്ക് ആവശ്യമില്ല. 60 കുഞ്ഞുങ്ങൾക്ക് 60ന്റെ വട്ടാണ് ഇടുക. 116-ാം ദിവസം R2. ഇന്നത്തെ വീഡിയോ ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ പരിപാലനത്തെക്കുറിച്ചാണ്. പിന്നെ അവർക്ക് നൽകുന്ന വാക്സിനേഷൻ രീതികളെക്കുറിച്ചും. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും കാണുക. ഇൻക്യുബേറ്ററിൽ നിന്നും വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ എങ്ങനെ പരിപാലിക്കണമെന്ന് ഒരുപാട് പേരായി നമ്മളോട് സംശയം ചോദിക്കുന്നു. അതിനുള്ള ഉത്തരവാണ് ഇത് കാണിക്കുന്നത് ഈ വീഡിയോ. ഇതിപ്പോൾ 4 ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മൾ ഫാമിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന വലിയ റിങ്ങാണ്. ഇത്ര വലിയ റിങ്ങൊന്നും നമ്മുടെ വീടുകൾക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള ഡ്രമ്മിൻ്റെ അടിഭാഗങ്ങളോ 1.5 അടി ഹൈറ്റുള്ള തകര ഷീറ്റ് റൗണ്ട് ആക്കിയതിന് ശേഷം അതിനകത്ത് ന്യൂസ് പേപ്പർ മൊത്തം വിരിച്ച് കറക്റ്റാക്കിയിട്ട് അതിൽ വെള്ളത്തിൻ്റെ പാത്രവും തീറ്റ പാത്രവും വയ്ക്കുക. 40 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ ഇതിലുള്ളത്. അപ്പോൾ 40 കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ 40ൻ്റെ ബൾബാണ് ഇട്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന് 1 ബൾബ് എന്ന രീതിക്കാണ് നമ്മൾ 40 കുഞ്ഞുങ്ങൾക്ക് 40ൻ്റെ ഇട്ടിരിക്കുന്നത്. 60 കുഞ്ഞുങ്ങൾക്ക് 60ൻ്റെ വട്ടാണ് ഇടുക. അത് പിന്നെ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കാനും അവർക്ക് ചൂട് വേണം തോന്നുന്ന സമയങ്ങളിൽ ചൂടിൻ്റെ അടുത്തേക്ക് എത്താനും തിരിച്ച് വേണ്ടാന്ന് പറയുമ്പോൾ മാറിപ്പോകാനുള്ള അത്രയ്ക്ക് സ്പേസ് വേണം അവിടെ. ഇതിപ്പോൾ ആ 20 ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇത്. ഒരു അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെ ഓടിച്ചാടി കളിക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ തീറ്റ എടുത്തും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും ബൾബും വെളിച്ചവും എല്ലാം നല്ല കറക്റ്റായിട്ട് സെറ്റീകരിച്ചാൽ തന്നെയാണ് അവർ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ. കാർബൺ ബോക്സ് ഒന്ന് എടുക്കുക. 40ൻ്റെ ബൾബ് വെച്ച് കൊടുക്കുക കേട്ടോ. 40ൻ്റെ ബൾബ് വെച്ച് കൊടുക്കുക. 40ൻ്റെ ബൾബ് വെച്ച് കൊടുക്കുക. അത് ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും ലൈറ്റ് ചൂട് എപ്പോഴും അവർക്ക് കിട്ടാൻ ശ്രദ്ധിക്കണം. വെള്ളം ഇത് തളിരാത്ത കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ചൂട് വേണേൽ മാറി നിൽക്കും വേണം. അത് ഫുൾ ടൈം തീറ്റ, അതിനാവശ്യം തീറ്റ വെച്ച് തീറ്റ കൊടുക്കുക. അത് തീറ്റപ്പാത്രം വെള്ളപ്പാത്രങ്ങളല്ലേ വെള്ളം കുടിച്ചോളും, തന്നെ കുടിച്ചോളും. മനസ്സിലായോ? ഇൻക്യുബേറ്ററിൽ നിന്നും പുറത്തിറക്കി കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന രീതി നമ്മൾ കണ്ടില്ലേ. ഇനി അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വാക്സിൻ കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കേണ്ടത് 7-ാം ദിവസം തൊട്ടാണ്. 7ാമത്തെ ദിവസം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ലെസോട്ട വാക്സിനാണ് കൊടുക്കേണ്ടത്. അത് കണ്ണിലോ മൂക്കിലോ 1 തുള്ളി ഇറ്റിക്കുക. പിന്നെ 14ാമത്തെ ദിവസം IBD എന്ന വാക്സിൻ, അത് വെള്ളത്തിലോ പാൽപ്പൊടിയിലോ കലർത്തി കൊടുക്കുക. 21ാമത്തെ ദിവസം ലെസോട്ട വാക്സിൻ തന്നെയാണ് വെള്ളത്തിൽ കലർത്തി കൊടുക്കുക. 28ാമത്തെ ദിവസം IBD വാക്സിൻ വെള്ളത്തിലോ പാൽപ്പൊടിയിലോ കലർത്തി കൊടുക്കുക. 36ാം ദിവസം വിരമരുന്ന് അൽബോമർ, അത് വെള്ളത്തിൽ കലർത്തി കൊടുക്കുക. 42ാം ദിവസം R2B വാക്സിനാണ് തൊലിക്കടിയിൽ കുത്തിവെക്കുക. 105ാം ദിവസം വിരമരുന്ന് അൽബോമർ വെള്ളത്തിൽ കലർത്തി കൊടുക്കുക. 116ാം ദിവസം R2B വാക്സിൻ തൊലിക്കടിയിൽ കുത്തിവെക്കുക. ഇങ്ങനെയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്ന രീതി. നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോ കണ്ടോ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.